പിന്നെ രാവിലെ ചൂണ്ടയും കൊണ്ട് ഇറങ്ങി. മീനിൻ്റെ കൊത്ത് കണ്ടാണ്, മീൻ വെള്ളത്തിൽ കിടന്ന് മറിയുന്നത് കണ്ടാണ് ചാടി ഇറങ്ങിയത്. പക്ഷേ ഒരു 1 1/2 മണിക്കൂർ കൊണ്ട് ചൂണ്ടയും കൊണ്ട് നിൽക്കുക, ആർക്കും ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാനും അവിടെ നിന്ന് വീഡിയോ എടുത്ത് മടുത്ത് ഞാൻ പെരയ്ക്കകത്ത് കയറിയപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ മുറ്റത്തോട്ടൊന്ന് കൊണ്ടുപോകാമോ ചേച്ചി എന്നും പറഞ്ഞ് ഇറങ്ങി വന്നതാണ് ഇവനെയും കൊണ്ട്. ഞാൻ പറഞ്ഞു അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവന് കൈ വിട്ടിട്ട് അവനവിടെ നിൽക്കണം, അവന് വെള്ളത്തിലിറങ്ങണം. ഇങ്ങനെ കുരുകുരാന്ന് പിടിച്ചൊരു സാധനം. പിന്നെ പിടിച്ച് അകത്ത് കയറ്റി ഞാൻ ഈ കരിമ്പ് തിന്നോണ്ട്, ഞാനല്ല ഞങ്ങളെല്ലാം കൂടെ കരിമ്പ് തിന്നോണ്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഉപ്പും മുളകും കൂട്ടി തിന്നപ്പോൾ എവിടുന്നാന്നറിയത്തില്ല ഓടി വന്ന് എനിക്കും വേണമെന്നും പറയും. പിന്നെ ഞങ്ങൾ അതിനടുത്ത് ഉപ്പും മുളകിട്ട് കൊടുത്തില്ല, സാധാ കരിമ്പ് കൊടുത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു വേണ്ട ഉപ്പും മുളകും ഇട്ട് വേണമെന്ന്. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. പിന്നെ ഞങ്ങളവനെ അച്ചപ്പത്തിൽ ഒതുക്കി. കണ്ടോ പാവത്താനെ പോലെ ഇരുന്ന് കഴിക്കുന്ന 2 2.5 വയസ്സുള്ളതിനും കള്ളത്തരം പഠിച്ചു വെച്ചേക്കുന്ന ഒരു കൊച്ചന് ഇറങ്ങുമില്ല ഇതുപോലെ ഒരെണ്ണം. അഭിനയിക്കാനാണേലും അതേപോലെ കഴിവുള്ളൊരു കുഞ്ഞ്. വേറെ എവിടെയെങ്കിലും ഉണ്ട് ഇതുപോലെ? നിങ്ങളുടെ അവിടെ ഇതുപോലത്തെ ട്രോഫി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിളി വന്നതാണ്ട് മീനെ കിട്ടിയതെന്നും പറഞ്ഞു. കണ്ടോ, ഇത് ഇവിടെ കല്ലേമുട്ടി എന്ന് പറയും, വേറെ ഇതിനെന്ത് പറയുമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളവിടെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. മീനെ കിട്ടിയ സന്തോഷമാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എപ്പോഴും ഇതെല്ലാം കൂടെ പിടിച്ചേന്ന്. ഇത് കണ്ടോ, ഇതൊരു പ്രത്യേക ടൈപ്പാണ്. ഫോൺ കൊടുക്കാത്തതിന് തലയിട്ടടിക്കുന്നതാണ്. തലയിട്ടടിക്കുക, ബോധം കെട്ട് വീഴുക. ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇതും നിങ്ങളവിടെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിവിടെ ബബ്ലൂസ് നാരങ്ങ, കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയും. അവൻ ഉറങ്ങിയ സമയത്താണ് എടുത്തേക്കത്. ഞങ്ങൾ ഉപ്പും മുളകും കൂട്ടിയാണ് തിന്നത്. ഇത് പിച്ചാത്തിയിട്ട് ചെത്തിക്കഴിഞ്ഞാൽ ഇതിൽ കയ്പ്പ് പിടിക്കുമെന്ന് ആൻറ്റി പറഞ്ഞു. അതുകൊണ്ട് പിന്നെ പിച്ചാത്തി മാറ്റിയിട്ട് നമ്മൾ ചെത്തിയത് കണ്ട് വെള്ളമൊക്കെ ഇറക്കി നിൽക്കുന്നത് കണ്ടോ ഈ സാധനത്തിനെ. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ എടുക്കുകയാണേ. അമ്മയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം എടുത്തുകൊണ്ട് പോയി, അതാരും കണ്ടില്ലെന്ന് നമ്മൾ വിചാരിച്ച, പക്ഷേ ഞങ്ങളെല്ലാം കണ്ട്. പിന്നെ മുളകും ഒക്കെ ഇട്ട് ഉപ്പും ഒക്കെ ഇട്ട് അങ്ങോട്ട് നല്ല പോലെ ഇളക്കി എടുത്ത് കണ്ടപ്പോഴേ വായിന്ന് വെള്ളം വരുന്നു. ഇത് കഴിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഡബ് ചെയ്തിരുന്നത്. എൻ്റെ ഈ സാധനത്തിന് ഇത് മാത്രം മതി, ചോറൊന്നും ഇതിൻ്റെ വായ്ക്കകത്തൊന്നും ഇറങ്ങത്തില്ല. അപ്പോൾ എല്ലാവരും വാരിപ്പിറക്കി കഴിച്ച്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തിന്നാൻ. മാങ്ങയൊന്നും ഇവരാരും ഇങ്ങനെ തിന്നത്തില്ല, ഞങ്ങൾ തിന്നും. പക്ഷേ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, ഉപ്പും മുളകിട്ട് തിന്നുന്നത്. പിന്നെ കണ്ടോ പാവം, ഞങ്ങളുടെ കുഞ്ഞുറക്കത്തിൽ മാത്രമേ ഉള്ളൂ പാവം. കുറേ നേരം ഒരു 2 3 മണിക്കൂർ കിടന്ന് ഉറങ്ങിയ നല്ല ക്ഷീണം കാണും. കാരണം അതേപോലെ തലപ്പവും പിറപ്പൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ എഴുന്നേറ്റ് വന്ന് ബിസ്ക്കറ്റ് കഴിക്കുകയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഞാൻ പഠിക്കാൻ കയറിയപ്പോൾ എൻ്റെ കൂടെയൊക്കെ ഇരിക്കുകയാണ്. ബിസ്ക്കറ്റൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.